ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് കളങ്കാവൽ. ജിത്രി കെ ജോസ് രചന സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അതൊരു മലയാളം മൂവിയാണ് ഭയം ഭക്തി ബഹുമാനം. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി മൂവിയാണ് ഭയം ഭക്തി ബഹുമാനം. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് സിനിമ നേടിയത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ മോഹൻലാലിന്റെ മാസ് അതിഥി വേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. C5 ആണ് മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. ക്ഷയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സർവമായ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവമായ. ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് സല്യാർകൾ. തിരുമുരുകൻ, സത്യദേവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ടി കിട്ടു സംവിധാനം ചെയ്തൊരു വാർ ഡ്രാമ മൂവിയാണ് സല്യാർകൾ. OTT പ്ലസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ആഹ OTT പ്ലാറ്റ്ഫോം വഴിയും സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് രാജാ സാബ്. പ്രഭാസ്, മാളവിക മോഹനൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരുതി രചനയും സംവിധാനം നിർവഹിച്ചൊരു ഹൊറർ കോമഡി മൂവിയാണ് രാജാ സാബ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 20 മാർച്ച് 6 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ഉറ്റവർ. അരുൺ നാരായണൻ, ആതിര സുധീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ ദേവ് സംവിധാനം ചെയ്ത മൂവിയാണ് ഉറ്റവർ. ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രണ്ടാം മുഖം. മണികണ്ഠൻ, ആർ ആചാരി, മറീന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണജിത്ത് വിജയൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് രണ്ടാം മുഖം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിട്ടിരിക്കുന്നത്. അടുത്ത് തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് പരാശക്തി. ശിവ കാർത്തികേയൻ, രവി മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്ങര സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പരാശക്തി. 52 കോടി രൂപയ്ക്ക് C5 മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഫെബ്രുവരി മാസം സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു മലയാളം മൂവിയാണ് കിർക്കൻ. വിജയരാഘവൻ, സലീം കുമാർ, കനി കുസൃതി, ജോണി ആന്റണി, അനാർക്കലി മറയ്ക്കാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് കിർക്കൻ. ജോഷ് രചന സംവിധാനം നിർവഹിച്ച ഈ മൂവി ജനുവരി 15 മുതൽ സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് നികിത റോയ്. സൊനാക്ഷി സിൻഹ, പരേഷ് റാവൽ, അർജുൻ രാംപാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കുഷ് എസ് സിൻഹ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഹൊറർ ചിത്രമാണ് നികിത റോയ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കന്നഡ മൂവിയാണ് 45. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് 45. സംഗീത സംവിധായകൻ അർജുൻ ജന്യ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 45. ശിവ രാജ്കുമാർ, ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ജനുവരി മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തൊരു കന്നഡ മൂവിയാണ് ബൻഡൂക്ക്. പാർത്ഥ, ഗോപാൽകൃഷ്ണ ദേശ്പാണ്ഡെ, ബാലാജി മനോഹർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് രവികുമാർ സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ബന്ദൂക്ക്. ലയൺസ് ഗേറ്റ് പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ദണ്ഡോര. മുരളീകാന്ത് രചനയും സംവിധാനം ചെയ്തൊരു സോഷ്യൽ ഡ്രാമ ഫിലിമാണ് ദണ്ഡോര. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 14 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്.
വിപു പുരി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ്, നസറുദ്ദീൻ ഷാ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി 23 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മസ്തി 4. മസ്തി ചലച്ചിത്ര പരമ്പരയിലെ 4ാമത്തെ ചിത്രമാണ് മസ്തി 4. മിലാപ് സവേരി സംവിധാനം ചെയ്ത മൂവിയാണ് മസ്തി 4. C5 ജനുവരി 16 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ജിഗ്രീസ്. ഹരീഷ് റെഡ്ഡി ഉപ്പുല രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ജിഗ്രീസ്. സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തെലുങ്ക് മൂവിയാണ് ഗുരം പാപ്പി റെഡ്ഡി. മുരളി മനോഹർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം കോമഡി മൂവിയാണ് ഗുരം പാപ്പി റെഡ്ഡി. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് തസ്കരി. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് തസ്കരി. ഇമ്രാൻ ഹാഷിമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ചീക്കാട്ടിലോ. ഒരു ട്രൂ ക്രൈം സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചീക്കാട്ടിലോ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ദ ബ്ലഫ്. പ്രിയങ്ക ചോപ്രയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫ്രാങ്ക് ഇ ഫ്ലവേഴ്സ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ ബ്ലഫ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഫെബ്രുവരി 25 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഇക്കീസ്. അഗസ്ത്യ നന്ദ, സിമാർ ഭാട്ടിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഇക്കീസ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 12 26 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ റിപ്പ്. ജോ കാർണഹാൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ റിപ്പ്. ജനുവരി 16 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ദ റിപ്പ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു ഹിന്ദി മൂവിയാണ് 120 ബഹാദൂർ. ഫർഹാൻ അക്തർ, റാഷി ഖന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റസനീഷ് റാസിക്കായ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ മൂവിയാണ് 120 ബഹാദൂർ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്ര പരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്.